നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തു. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഹൗസ് പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഇഫക്റ്റുകൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ്: സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ ലെവലിൽ അത്യധികം കുതിച്ചുയർന്നിരിക്കുകയാണ്. അത് കുതിച്ചുയർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഔൺസിൻ്റെ വില, ഒരു ഔൺസിനുള്ള വില എന്ന് പറയുന്നത് $3,900 കവിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഒരുപക്ഷെ അറിയാക്കില്ല അതിൻ്റെ ആ വർധനവിൻ്റെ ആ പേസ് കണ്ടിട്ട്, സ്പീഡ് കണ്ടിട്ട് മിക്കവാറും ഇന്ന് തന്നെ അത് $4,000 ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ വില കേരളത്തിൽ ഇനി കൂടാൻ പോകുന്നു, നാളെ മുതൽ കൂടാൻ പോകുന്നു. ഒരുപക്ഷെ ഇനി ഇപ്പോൾ രണ്ടാമതൊരു വർധനവ് ഈ ദിവസം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാവിലത്തെ വില 10,825 മറ്റോ ആയിരുന്നു. അത് വീണ്ടും രണ്ടാമത്തെ ഒരു ഗഡു കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം $3,900 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള, പെട്ടെന്ന് നമുക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഡോളർ ഇൻ്റർനാഷണൽ ലെവലിൽ കൂപ്പുകുത്തിയാണ്. അപ്പോൾ ഇവിടെ രൂപയുടെ മൂല്യം ഏകദേശം മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഓഹരി വിപണിയൊക്കെ, ഇന്ത്യൻ ഓഹരി വിപണി പെട്ടെന്ന് കുതിച്ചു വരികയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള, അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ഗവൺമെൻറ് 8 നിലയിലല്ല 888 നിലയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങി. ഇപ്പോൾ സ്വർണം കൂടി, പിന്നെ ഡോളർ ഇൻ്റർനാഷണൽ ലെവലിൽ യൂറോപ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 97.57 ഒറ്റയടിക്ക് താന്നു. അതും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ വർഷം 96.22 പോയിൻ്റ് വരെയാണ് ഡോളർ ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇന്ന് വീണ്ടും ഒരു താഴ്ചയിലുള്ള റെക്കോർഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിപ്പോൾ പെട്ടെന്ന് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും തയ്യാറാക്കാതാണ് ഞാൻ. അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണും. പക്ഷേ സംഭവം കാത്തിരിക്കുക. ഇനിയും ഈ തകർച്ചയുടെ, അമേരിക്കയുടെ തകർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണത്തിന് വില കയറുന്നതും ഡോളറിന് വില ഇടിയുന്നതും മറ്റ് ഗ്ലോബൽ മാർക്കറ്റ്സൊക്കെ ഇടിയുന്നതും കയറുന്നതുമൊക്കെ ആയിട്ടുള്ള ന്യൂസുകൾ പ്രധാനപ്പെട്ടതെല്ലാം ഇനി ഓരോ പ്രത്യേക സ്റ്റെപ്പിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. ദയവായി കാത്തിരിക്കുക. അതുപോലെ തന്നെ വേറൊരു വലിയ സംഭവമുണ്ട്. ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും തകരുന്നതിൻ്റെ ഒഫീഷ്യൽ ബിഗിനിങ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പറയട്ടെ, ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കറൻസി ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അത് ഞങ്ങൾ 34 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് എടുത്ത സിസ്റ്റമാണ്. അത് യൂട്യൂബിൽ ഒന്നുകിൽ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ദയവായി അതും കാണാൻ ശ്രമിക്കുക. പിന്നെ വലിയൊരു സംഭവമുണ്ട്. ഈ സിസ്റ്റം, കറൻസി ബേസ്ഡ് സിസ്റ്റം തകരുമെന്ന് ഞങ്ങൾ 17 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. അത് സംഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് പല രാജ്യങ്ങളിലും, ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ അത് സമ്പൂർണ്ണമായിട്ട് തകർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ ഒരു തകർച്ച, അതായത്
ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ തകർച്ച ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ അതായത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു യുദ്ധം ഏത് രീതിയിലും ഏത് ഡയമെൻഷനിലും പ്രതീക്ഷിക്കണം. അപ്പോൾ അതുൾപ്പെടെയുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചസ് ലോകത്ത് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇന്ന് തന്നെ പല വീഡിയോകളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന തരത്തിൽ ലോകത്ത് അതിദ്രുത ഗതിയിൽ ലോകത്ത് സംഭവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൽക്കാലമായിട്ട് വിടവാങ്ങുന്നു. വീണ്ടും ഞങ്ങളുടെ വീഡിയോസ് പ്രതീക്ഷിക്കുക. നമസ്കാരം, ശുഭദിനം.